ആണെങ്കിൽ പഠനം ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ പഠന വിഷയങ്ങൾ സാമൂഹികമായി പഠിക്കുക, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഫാറൂഖ് കോളേജ് സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ജപ്പാൻ കുടിവെള്ള പദ്ധതിയെക്കുറിച്ചുള്ള സർവേയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്തുത പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ നിതിൻ, ഫാറൂഖ് കോളേജ് സോഷ്യോളജി അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഇത് ഗോഡ്ലി, നാസിർ, ഷിഫ ആൻഡ് ഫഹീമ മുസ്തഫ. കഴിഞ്ഞ ഒരു വർഷമായി കോഴിക്കോട് നഗരത്തിൽ, പ്രത്യേകിച്ച് തൊണ്ടയാട്, കൊറ്റമ്മൽ, മീൻചന്ത, മാങ്കാവ് എന്നീ സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു നല്ല നാളേക്കായി എന്ന ഉദ്ദേശത്തോടുകൂടി ജപ്പാൻ ഗവൺമെന്റിന്റെ സഹായത്തോടെ നടത്തുന്ന കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുവാൻ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന പേരിൽ നടത്തുന്ന ജനകീയ വികസന പ്രവർത്തനം എങ്ങനെ എത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ് ഫറൂഖ് കോളേജ് സോഷ്യോളജി അസോസിയേഷൻ ഈ സർവേ നടത്തിയത്. പ്രധാനമായും 3 കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ഈ സർവേ ഞങ്ങൾ നടത്തിയത്. ഒന്ന്, ജനകീയ വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എത്രമാത്രം അവബോധം അല്ലെങ്കിൽ അറിവുണ്ടെന്ന് മനസ്സിലാക്കുവാനും ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയുവാനും അതോടൊപ്പം ആ വികസന പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഫറൂഖ് കോളേജ് സോഷ്യോളജി അസോസിയേഷൻ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന പേരിലുള്ള ഈ സർവേ നടത്തിയതിന്റെ ഉദ്ദേശം. കഴിഞ്ഞ ആഴ്ച നടത്തിയ ഈ സർവേ മൊത്തം 80 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. മൊത്തം 80 വിദ്യാർത്ഥികളാണ് അതിൽ പങ്കെടുത്തത്. ഇവരെ 10 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് നഗരത്തിലെ പ്രധാന 10 സ്ഥലങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. വിവരം ശേഖരിക്കാൻ നമ്മൾ ഉപയോഗിച്ച ടെക്നിക്ക് ആക്സിഡന്റൽ ടെക്നിക്കായിരുന്നു. പങ്കെടുത്തവർ 20% സ്ത്രീകളും 80% പുരുഷന്മാരുമായിരുന്നു. നമ്മൾ ഏകദേശം 2000 സാമ്പിളാണ് നമുക്ക് ലഭിച്ചത്. അതിൽ നിന്ന് 1975 സാമ്പിളാണ് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത്. ബാക്കി 25% ഇൻവാലിഡ് ആയിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ സർവേ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു സർവേ. പദ്ധതിയിൽ നിന്ന് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ നടത്തിയ സർവേയിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ഞങ്ങളുടെ അസംഷൻസ് ഇതാണ്. 43% പേരും ഇത് ജനദ്രോഹ പരിപാടിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് അവരെ എത്തിച്ച പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജനജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ തലങ്ങളിലും ബാധിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. 77% ജനങ്ങൾ ഈ പദ്ധതി കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചവരായിട്ടുണ്ട്. അതിൽ 59% പുരുഷന്മാരാണെങ്കിൽ 69% സ്ത്രീകളാണ്. 74% പേർക്കാണ് പലതരത്തിലുള്ള യാത്രാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിൽ യാത്ര മുടങ്ങുകയോ മാറ്റിവെക്കേണ്ടതോ ആയി വന്നിട്ടുള്ള പല കേസസും ഉണ്ട്. പിന്നെ 25% പേർക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയുണ്ടായി. പൊടിയും എയർ പൊല്യൂഷനും അലർജിയും കിണർ വെള്ളത്തിലും വീടുകളിലും രൂക്ഷമായിട്ടുള്ള പൊടിശല്യവുമാണ് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്. 22% പേർക്കാണ് റോഡ് ആക്സിഡന്റിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 5% പേരുടെ പരിക്കുകൾ അതീവ ഗുരുതരമായിരുന്നു. പദ്ധതി പരിസരത്ത് നിന്നും ചില സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളും ഈ കണ്ടെത്തലിനെ അടിവരയിട്ട് കാണിക്കുന്നു. 8% പേർക്കും മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സർവീസ് നടത്താൻ ടാക്സിക്കാർ വിസമ്മതിക്കുന്നതായും വിമുഖത കാണിക്കുന്നതായുമുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ മറ്റൊരു വശം കൂടിയുണ്ട്. ഈ പദ്ധതി കാരണം യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നും 23% പേരും പറയുന്നത്. അതിൽ തന്നെ നഗരപ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നാം മലയാളികൾക്ക് ഏത് പദ്ധതി വന്നാലും അതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസയും അവബോധവും കുറച്ച് കൂടുതലാണ്. അത് തന്നെയാണ്
ഈ ഒരു പദ്ധതിയിലൂടെയും നമ്മൾ കണ്ടെത്തിയത്. 95% പേർക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അവബോധമുണ്ട്. അത് മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ലഭിച്ച ഒരു സൗഭാഗ്യമാണ്. ഇത് 97% പുരുഷന്മാരും 92% സ്ത്രീകളുമാണുള്ളത്. മാധ്യമങ്ങൾ വികസനത്തിന് വഹിക്കുന്ന പങ്ക് എത്രമാത്രം എന്ന് കാണിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഈ പദ്ധതിക്ക് ഉപയോഗിച്ച ഫണ്ട് എത്രയെന്ന് സാധാരണയായ ജനങ്ങൾക്ക് കൂടി അറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഈ പദ്ധതി വർദ്ധിച്ചു വരുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെന്നും 62% പേര് വിശ്വസിക്കുന്നുണ്ട്. അതിൽ 63% പുരുഷന്മാരും 59% സ്ത്രീകളുമാണ് ഉള്ളത്. ഇത് നമ്മൾ മലയാളികൾ സർക്കാരിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം എത്രമാത്രം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തിനും നമ്മൾ മലയാളികൾക്ക് ഒരു രണ്ടഭിപ്രായമുണ്ട്. അത് ഇതിലും കാണാം. 36% ആൾക്കാർ പറയുന്നത് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നമ്മുടെ സമൂഹത്തിൽ ഇത് സർക്കാരിന് ഒരു പ്രയോജനവുമല്ല, പക്ഷെ മറ്റ് ഉപദ്രവമാണ് ഉണ്ടാക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. അഴിമതി പോലുള്ള കാരണങ്ങളാവാം അവരിത് പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. പിന്നെ 2% പേർ ഇതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. പിന്നെ 72% പേര് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ ഇതിനും നല്ല രീതിയിൽ ഇനി അവർക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. താങ്ക് യു. വളരെ ബ്രീഫായിക്കൊണ്ട് ഈ സർവേ റിപ്പോർട്ട് ഇങ്ങനെയാണ് അവതരിപ്പിക്കാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും വിശദീകരിക്കുവാനോ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ചോദിക്കാനോ. ഈ പദ്ധതി ജനദ്രോഹപരമാണ് നടപടിയാണെന്ന് കരുതുന്നവര് 43%. ബാക്കിയുള്ളവരൊക്കെ അത് ക്ലിയർ ആണ്. 43% നല്ല അഭിപ്രായമാണ്. അവർ പറയുന്നത് ഇപ്പോൾ ജനദ്രോഹമാണെങ്കിലും അത് ഫ്യൂച്ചറിലേക്ക് അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നൊരു കൺസെപ്റ്റിനെ അവർ വളരെ വ്യക്തമായിട്ട് അംഗീകരിക്കുന്നു. നമ്മുടെ റോഡിൽ എഴുതി വെച്ചേക്കുന്ന പോലെ ഒരു നല്ല നാളേക്കായി എന്ന ഉദ്ദേശം അവർ മനസ്സിലാക്കും. ഇപ്പം അത് ഇച്ചിരി ജനദ്രോഹമായാലും നാളെ നമ്മുടെ നല്ലതിനാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചെയ്തപ്പോഴേ ഇത് ഇങ്ങനെ അല്ലാതെ ഇത്രയും ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു ഓപ്ഷനോടെ പറയണ്ടേ? സർവേയില് ഭൂരിപക്ഷം ഇത് നല്ലതാണ്, കുറെ കാലം കഴിയുമ്പോൾ നന്നാകുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. അതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഇപ്പൊ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനെങ്കിൽ ആ ഒരു ഓപ്ഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ സർവേ നടത്തുമ്പോൾ ഞങ്ങൾ നേരിട്ട് ഇവരിൽ നിന്ന് അഭിപ്രായം ആരായുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഗവൺമെന്റ് ഈ ഒരു പ്രോജക്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഇവരുടെ ഗവൺമെന്റ് പ്ലാനിങ്ങിൽ ഒട്ടേറെ പോരായ്മകളുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതായത് സമയബന്ധിതമായി പ്രോഗ്രാം നടത്തുന്നില്ല. അതുപോലെ തന്നെ ഒരു റോഡ് വർക്ക് നടത്തിയതിനു ശേഷമായിരിക്കും അവിടെ വീണ്ടും ഈ പൈപ്പ് ഇടാൻ വേണ്ടി കുത്തിപ്പൊളിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോട് കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ പദ്ധതി കുറച്ചും കൂടെ ഫലപ്രദമായി നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ വർക്ക് ഡിവിഷൻ ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രത്യേക കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ലേബർ സൊസൈറ്റിക്കോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഏജൻസിക്ക് വേണ്ടി വിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ പ്രോഗ്രാം കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ട് നടത്താം എന്ന അഭിപ്രായം സാധാരണ ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇത്രയും നല്ല പരിപാടിയാണ്, ഇത്രയും ഏറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാമെന്നല്ലേ സർവേ തീർച്ചയായും അതെല്ലാം അതിന്റെ കൺക്ലൂഷൻ. അല്ല, അത് ഇതിലൊന്നും പറയുന്നില്ല.
ഇതിൽ